നമസ്കാരം. വെട്ടിപ്പ് കേസ്, തട്ടിപ്പ് കേസ് കേരളത്തിൽ അതേ ഉള്ളൂ. വെട്ടിപ്പും തട്ടിപ്പും നടത്തുന്നത് ഏതെങ്കിലും നക്കാപ്പിച്ച പിള്ളേരൊന്നുമല്ല. ബസ് സ്റ്റാൻഡിൽ പോയിട്ട് പോക്കറ്റിൽ കൈയിട്ട് വാരുക, പിന്നെ പോലീസിൻ്റെ നിന്നിട്ട് മൂക്കുന്ന ഇടി കിട്ടുക, അല്ലെങ്കിൽ നാട്ടുകാർ കൂടി പിടിച്ച് തല്ലി ചതയ്ക്കുക. അതിനുള്ള പാവപ്പെട്ട കള്ളന്മാരുണ്ട്. കായക്കൊല കട്ടുകൊണ്ട് പോകുക, വീടിന് മുമ്പിൽ തുണി തോരയിട്ടുണ്ടെങ്കിൽ അത് കട്ടുകൊണ്ട് പോകുക. ഇവർക്കൊക്കെ നല്ല അടി കിട്ടും. അതേ സമയത്ത് ഒറിജിനൽ കേടികൾ, കെ പി യോഹന്നാൻ പോലുള്ള ആളുകൾ, ആധ്യാത്മിക നരകങ്ങൾ തീർക്കുന്ന ആൾക്കാർ, ഹോളി ഹെൽസ്, അവർ ചെയ്യുന്ന തട്ടിപ്പും വെട്ടിപ്പിനും മാന്യതയുണ്ട്. ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ആണ്. സോഫിസ്റ്റിക്കേറ്റഡ് ക്രിമിനൽസ്, അവരായിട്ട് കൂട്ടുകുടുംബത്തിൻ്റെ ഒരു അന്തസ്സല്ലേ വാസ്തവത്തിൽ. ഇങ്ങനെ സമൂഹം, അങ്ങനെ ഒരു സമൂഹമുണ്ട് ഇവിടെ. രാഷ്ട്രീയക്കാരും സെലിബ്രിറ്റികളും സിനിമാ താരങ്ങൾ, രണ്ടാം നമ്പർ ബിസിനസ് നടത്തി അങ്ങനെയുള്ള ആളുകൾ, കോടീശ്വരന്മാർ, ഇവരൊക്കെ ഇവരുടെ തോളത്ത് കഴിയുന്ന അന്തസ്സായിട്ടാണ് കരുതിയിട്ടുള്ളത്. അന്തസ്സും മാഫിയത്തോടും തറവാടിത്വത്തോടുകൂടിയും സത്യസന്ധതയോടെയും ജീവിക്കുന്ന ആളുകൾ അവർക്ക് പുച്ഛമാണ്. അവർക്കെല്ലാം വലിയ ഈ ആൾ ദൈവങ്ങൾക്ക് മുഴുവൻ ഇപ്പോൾ മറ്റൊരു സംസ്കാരമാണ്. പണ്ടൊക്കെ ആൾ ദൈവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റേ പാവങ്ങളാണ്, വാസ്തവത്തിൽ സാധുക്കളാണ്. സാധു എന്നൊരു പേരുണ്ട് അവർക്ക്, സാധു എന്നാണ് പറയുക. എൻ്റെയും കുട്ടിക്കാലത്ത് അവിടെ തൃക്കൂര് പള്ളിയിൽ അച്ഛൻ, അദ്ദേഹം ഒരു കാലിൻ്റെ കുട, ഇങ്ങനെ ഒരു ചോദ്യചിഹ്നം പോലെ ഒരു കുടയിൽ അതും പിടിച്ച് ഈ ടയറിൽ, ബസ്സിൻ്റെ ടയർ കൊണ്ട് കുത്തിക്കെട്ടിയിട്ട് അങ്ങനെ ചെരുപ്പും ആയിട്ട് പോകുന്ന സമയത്ത് അവിടെയുള്ള തമിഴ് ബ്രാഹ്മണ സമൂഹം വരെ അച്ഛൻ എവിടേക്കാണാവോ എന്ന് ചോദിക്കുന്ന രീതിയിൽ പെരുമാറി. ഇന്നിപ്പോൾ അച്ഛന്മാർ നിലം തൊടാറില്ലേ നടക്കുന്നത്. ആൾദൈവങ്ങൾ നിലം തൊടില്ലല്ലോ ഇപ്പോൾ. കേരവൻ സംസ്കാരമല്ലേ, BMW സംസ്കാരമല്ലേ ഇപ്പോൾ അവർക്കുള്ളത്. കാരണം കോടികളുടെ വെട്ടിപ്പല്ലേ തട്ടിപ്പല്ലേ നടത്തുന്നത്. ഈ കോടികൾ കൊണ്ട് ബസ് കയറാൻ പറ്റുമോ? ഒരു സ്വാഭാവികമായിട്ട് കാരവൻ പരിപാടികളൊക്കെയാണ്, അല്ലെങ്കിൽ ഹെലികോപ്റ്റർ, സ്വന്തമായിട്ട് എയർക്രാഫ്റ്റ്. ഇത്തരം മാൾ ദൈവങ്ങൾ. മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഇവരുടെ സ്ഥിരം പല്ലവിയുണ്ട്. ഈ പല്ലവി ഇവരുടെ ഈ കുഞ്ചിഞ്ചി കുട്ടി പാടുന്ന ആൾക്കാരെ കൊണ്ട് ഇവർ പറയിപ്പിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ എന്തിനാ ഇങ്ങനെ പറയുന്നത്? അമ്മച്ചിയും അപ്പച്ചനും അവരെത്ര നല്ല മനുഷ്യന്മാരാണ്, എത്ര പാവങ്ങൾക്ക് വീട് കെട്ടിക്കൊടുത്തു, അവരെത്ര വൃദ്ധസദനങ്ങൾ പണിതു കൊടുത്തു, എത്ര ആശുപത്രികൾ, എത്ര അനാഥ മന്ദിരങ്ങൾ. ഈശ്വര, പ്രളയം വന്നപ്പോൾ എന്തൊക്കെയാണ് കൊണ്ടു കൊടുത്ത, ചാക്ക് കണക്കിന് അരി കൊണ്ടു കൊടുത്തില്ലേ, വീടുകൾ കെട്ടിക്കൊടുക്കുന്നില്ലേ? ഇതിനുപരി ഉത്തരം മുട്ടിപ്പോവാണ് മറ്റുള്ളവർക്ക്. ഇതിന് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വശമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരിക്കൽ ഒരു വൈദ്യൻ്റെ അടുത്ത്, നല്ലൊരു മനുഷ്യനാണ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരുത്തൻ കയറി വന്നു. ആ കൊള്ളരുതാത്തവരാ. അവൻ്റെ വിരലിൻ്റെ തുമ്പത്തായിട്ടൊരു മുറിവ് ഉണങ്ങുന്നില്ല. അവൻ വന്ന് നിലവിളിക്കുകയാണ്, എനിക്ക് ഈ വേദന ഒന്നുകൊണ്ട് മാറ്റി തന്നാൽ മതി പറഞ്ഞത്. ഈ വേദന ഒന്ന് മാറ്റി തന്നാൽ മതി, ഉടനെ മാറ്റി തരണമെന്നാണ് പറഞ്ഞത്. കുറച്ച് സമയം പിടിക്കും. അതൊന്നും പറ്റില്ല, ഇപ്പോൾ മാറ്റി തരണം. നിങ്ങളൊരു വൈദ്യനാണെങ്കിൽ ഇപ്പോൾ മാറ്റി തരണം. അയാളെ വിരലുകൊണ്ട് പിടിച്ചിട്ട് അയാളുടെ കത്തിയോട്ട് വിരൽ ഇവിടെ വെച്ചാണ് മുറിച്ചു. ഇയാളെ പൊട്ടിക്കരയാൻ തുടങ്ങി. ഈശ്വരൻ നിങ്ങൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചിട്ട്, അല്ല നിനക്ക് ഇവിടുത്തെ വേദന മാറിയാൽ മതി എന്നല്ലേ പറഞ്ഞേ. അപ്പോൾ ഇവിടുത്തെ വേദന മാറിയില്ലേ നിന്റെ? ഈ സമൂഹത്തിൻ്റെ കടക്കിൽ കത്തിവയ്ക്കാണ് രാജ്യമാകുന്ന അശ്വത്ഥ ആൽമരം. ആ ആൽമരത്തിൻ്റെ മൂലവേരിൽ കത്തിവെച്ചിട്ട് മേലെ ഒത്തിരി ജലം ഒഴിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇവിടുത്തെ വേദന മാറാൻ വേണ്ടി ഇവിടെ കടക്കിന്ന് ചെത്തിക്കളയാം. പിന്നെ കടയിൽ നിന്ന് ചെത്തിക്കളഞ്ഞിട്ടാണ് മേലത്തെ വേദന അവർ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അവിടെയും പൊടിക്ക് എന്തായാലും പറയാൻ പറ്റും. കുട്ടിക്കൂറ പൗഡറില്ലേ, കുഷ്ഠരോഗത്തിന് മേലെ കുട്ടിക്കൂറ പൗഡർ വിതറുന്ന പോലെ. അടിയിൽ കുഷ്ഠരോഗ, മേലെ കുട്ടിക്കൂറ പൗഡർ. അവിടെ വീട് പണിത് കൊടുത്തു, അവിടെ വൃദ്ധസാധനം പണിത് കൊടുത്തു, അവിടെ പാവപ്പെട്ട കുട്ടികൾ അത് ചെയ്തു, പ്രളയം വന്നപ്പോൾ ഇത് ചെയ്തു. ഇതൊക്കെ ഒരു പൗഡർ ഇടൽ പ്രക്രിയയാണ്. ഉള്ളിൽ കുഷ്ഠരോഗമാണ് വാസ്തവത്തിൽ. ഇപ്പം കാണുന്നുണ്ടല്ലോ, ഇതല്ല ഞാൻ പറയുന്നതല്ല. എന്നിട്ട് ഈ ചോദിക്കുന്നവരുടെ ചോദ്യമുണ്ട്, നിങ്ങൾ എന്ത് തേങ്ങാക്കൊലയാണ് ചെയ്തത് സമൂഹത്തിന് വേണ്ടി? നിങ്ങൾ എന്ത് തേങ്ങാക്കൊല ചെയ്ത്? എൻ്റെ അമ്മച്ചി ചെയ്ത് കണ്ടോ? എൻ്റെ അപ്പച്ചൻ ചെയ്തത് കണ്ടോ? ഈ ഒരു ചോദ്യം. ഈ ചോദ്യം ചോദിക്കുന്ന സമയത്ത് പറയുകയാണ് എല്ലാവരും, നമ്മൾ ചെയ്തിട്ടുണ്ട്.
എന്താണ് ചെയ്തത് ഇവിടെ സാധാരണക്കാരൻ? ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവർ ചെയ്തില്ല. അതാണ് അവരുടെ ചെയ്തി, അതാണ് അവരുടെ അന്തസ്സ്. ആധ്യാത്മികതയുടെ പേരും പറഞ്ഞ് ഉള്ള മന്ത്രങ്ങളും ഉരുക്കഴിച്ച് കണ്ണിയാലെ ചെപ്പിടി വിദ്യകളും കാണിച്ച് ആൾക്കാരിൽ നിന്ന് പൈസയും പിടിച്ച് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ മാറ്റിത്തരാം, ധനഭാർഗവ യന്ത്രം, എന്നിട്ട് ധനാർജന യന്ത്രം, അങ്ങനെയുള്ള കാര്യങ്ങൾ, ധനാകർഷണ ഭൈരവയന്ത്രം. ഈ പാലക്കാടേക്ക് ധാരാളമുണ്ട്, പത്രത്തിൽ കാണാതെ. അവിടെ ചെന്നിട്ട് തലക്കടെ മുണ്ടിട്ടിൽ നിന്ന് ആൾക്കാരുണ്ട്. അവിടെ 10,000 കൊടുത്തപ്പോഴത്തെ ലക്ഷം കിട്ടും അത്രേ. ഈ ധനാകർഷണ ഭൈരവയന്ത്രത്തിൻ്റെ മന്ത്രം അറിയുന്ന ആൾക്കാർക്ക് അതാണ് ജപിച്ച് അവർക്ക് പൈസ ഉണ്ടാക്കിയാൽ പോലെ. ഇവരെന്താ പൈസ വാങ്ങിക്കുന്നത്? ഏതായാലും ധനാകർഷണ ഭൈരവയന്ത്രം ശരിയാ, അവർക്ക് കിട്ടുന്നുണ്ട് ഭൈരവയന്ത്രത്തിൻ്റെ ധനം, അത് വേറൊരു കാര്യം. ഇതിൻ്റെ ഒരു വൻ പരിപാടിയാണിതെല്ലാം. ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? മരണദുഃഖം, കുട്ടികളെ കല്യാണം കഴിഞ്ഞില്ല, മക്കൾക്ക് ജോലിയായില്ല, ഭർത്താവ് മദ്യപിക്കുന്നത്, ഇതൊക്കെ നമ്മൾ മാറ്റിത്തരാം എന്ന് പറഞ്ഞിട്ട് ഇവർ ചെയ്യുന്നു, ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നോട് ഒരിക്കൽ ആൾ പറഞ്ഞിട്ടുണ്ട്, സാബിയേ, അവൻ നന്നായിട്ട് ഇത്തിരി മദ്യപിക്കുന്ന ആളാണ്, എന്നോട് അത്രയും വലിയ അടുപ്പമുണ്ട്, കോളേജിൽ പഠിച്ചത് ഒരുമിച്ച് പഠിച്ചാണ്, എഡ്വിൻ എന്നാണ് പേര്. സാമി എന്തിനാ ഈ കിടന്ന് മറ്റേ ഈ ഓട്ടോറിക്ഷയിലേക്ക് കിടന്ന് നടക്കണമെന്ന ചോദ്യം. പിന്നെന്താ, നീ പൈസ ഞാൻ പൈസ തരാം. സ്വാമി ഞാൻ പറഞ്ഞു ചെയ്യൂ. എന്താ സ്വാമി, ഒരു 2 കിലോ ഭസ്മം വാങ്ങിക്കുക, 2 കിലോ കുങ്കുമം വാങ്ങിക്കുക, എന്നിട്ട് 2 കിലോ മഞ്ഞപ്പൊടിയും വാങ്ങിക്കുക, എന്നിട്ട് ഒരു റോള് വലിയൊരു മഞ്ഞ ചിരടോ ചുവന്ന ചിരടോ വാങ്ങിക്കുക, എന്നിട്ട് അങ്ങോട്ട് പരിപാടി ആരംഭിക്കുക. മന്ത്രം കുറേ കയ്യിലുണ്ടല്ലോ, നല്ലതും ചീത്ത എല്ലാം ഉള്ള മന്ത്രം ഉണ്ടല്ലോ, കുറേ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ ഇങ്ങനെ തക്കടതരികടയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനുണ്ടാവും കൂടെ കുഞ്ചിഞ്ചി കൊട്ടാൻ വേണ്ടിയിട്ട് പിന്നാലെ നടന്നിട്ട്. സിമ്പിൾ, നിസാരം പറഞ്ഞു ശരിയാവും, പറഞ്ഞു ശരിയാ, കോടീശ്വരനാകാം. പക്ഷെ ഇവിടെ എക്സിസ്റ്റൻസ് ഒന്നുണ്ട്, അതിന് മേലെയാണ് എത്തിക്സ്. എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് എത്തിക്സ് കളയാൻ ഇഷ്ടപ്പെടാത്ത ആളുകൾ, അത് മറ്റൊന്നും കൊണ്ടല്ല, അത്യാവശ്യം എക്സിസ്റ്റൻസ് ഉണ്ടാവുന്നത് നല്ല കാര്യമൊക്കെ തന്നെ. എവിടെയെങ്കിലും വഴിയിൽ കുറച്ച് പൈസ കളഞ്ഞിട്ട് നല്ല കാര്യങ്ങൾ തന്നെ, ആരും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കാറൊന്നുമില്ല, അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെ. പക്ഷേ ഒടുവിൽ ഇടി നല്ല നല്ല ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് പറ്റിയ പേരാ ഇടി. ഇപ്പോഴത്തെ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പേരാണ് ഇടി എന്നുള്ളത്. ഈ എന്നുള്ളതിന്റെ ഫുൾ ഫോം എന്താണ്? എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് തോന്നുന്നു. എന്തോ എൻഫോഴ്സ്മെന്റ്, ഇടി, നല്ല പേരാ ഇടി. അവിടുത്തെ പറഞ്ഞിട്ടുണ്ട് ഇനി മറ്റേ യോഹന്നാൻ, KP യോഹന്നാൻ, അയാൾക്ക് അടുത്ത് വരുന്ന ഇടിയാണെന്ന്. ഇടി ഈ എൻഫോഴ്സ്മെന്റിന്റെ പേരാ. അത് കേൾക്കുമ്പോൾ തന്നെ തമാശയുണ്ട്. അടുത്ത് NIA. ഈ ഇടി വാങ്ങിച്ചു കെട്ടാനും NIAയുടെ മുമ്പിൽ പോകാനും അതല്ലേ അവസാനം വിധിയാകുക. ഇങ്ങനെ എക്സിസ്റ്റൻസ് മാത്രം നോക്കിയിട്ട് കിട്ടാവുന്നോടത്തോളം മാന്തി പിടിച്ചിട്ട് അവസാനം എന്താണ്ടാകുക, എല്ലാം കൊണ്ട് അവിടെ തല വെച്ച് കൊടുക്കേണ്ടി വരും. ഇവരൊക്കെ ഭരണഘടനയെ, അല്ല ഭരണ സംവിധാനത്തെ, നിയമ സംവിധാനത്തെ തകിടം മറിച്ചിട്ടാണ് ഇവരുടെ ഈ എല്ലാ വിധത്തിലുള്ള ദുഷ്കർമ്മങ്ങൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആയതിനാൽ ഇവരുടെയൊക്കെ സത്യം പറഞ്ഞാൽ ഇവരുടെയൊക്കെ ആശ്രമങ്ങൾ, മഠങ്ങൾ, ഇവിടെ എപ്പോഴും കാണാം. സെലിബ്രിറ്റികളെ കാണാം, വമ്പന്മാരെ കാണാം, തലയിൽ കൊമ്പുള്ളവരെ, പൊളിറ്റിക്കൽ പാർട്ടിയുടെ നേതാക്കന്മാരെ, കോർപ്പറേറ്റ്സുകൾ, സിനിമ സ്റ്റാറുകളൊക്കെ ഇവരെ കാണാം. ഇവരൊക്കെയാണല്ലോ പൈസ എന്ത് ചെയ്യണമെന്ന് അറിയാതെ. അപ്പം അതൊക്കെ വെച്ച് തക്കട തരികട പരിപാടികൾ, ട്രേഡുകൾ, ഇതൊക്കെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പൈസ വെച്ചുള്ള തിരിമറി തന്നെ. ഇവര് എത്തിക്സിന്റെ പുറകിലല്ല അവർ സഞ്ചരിക്കുന്നത്. ഇവർ സഞ്ചരിക്കുന്നത് എക്സിസ്റ്റൻസിന്റെ പുറകിലാണ്. ഞാൻ ഓർമ്മിക്കുന്ന ഒരു കാര്യമുണ്ട്. നബി തിരുമേനി രോഗബാധിതനായിട്ട് കിടക്കുകയാണ്. ഒന്നുമില്ല, ഒരു കുടിലേ ഉള്ളൂ. ഇന്നും ആ സ്ഥലം അവിടെ ഉണ്ട്. അതുപോലെ പുറത്തേക്ക് അദ്ദേഹത്തിന് മറവ് ചെയ്ത സ്ഥലവും, ആ സ്ഥലം അദ്ദേഹത്തിന് വീട് തന്നെയാണ്, ഐഷയുടെ വീടാണ്. അതൊക്കെ അതേപോലെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ തുറന്ന് കാണിക്കുന്നില്ല എന്ന് ഒറ്റ തോന്നുന്നുണ്ട്, അറിയില്ല. അതേപോലെ നിൽക്കുന്നുണ്ട്. വെറും മൺകുടിലുകൾ, കൊട്ടാരമൊന്നുമല്ല. ഈ ലോകത്തിൻ്റെ ഇടയിൽ എണീറ്റ് നിൽക്കാൻ പറ്റിയ ചോട്ടാത്തൻ അങ്ങനെ പുറപ്പെടും, പള്ളിയിലേക്ക് പുറപ്പെടും, പ്രാർത്ഥനയ്ക്ക്. അങ്ങനെ രോഗാതുരനായിട്ടിരിക്കുന്ന സമയത്ത് പള്ളിയിലെത്തിയ സമയത്ത് അദ്ദേഹം ഒരു പ്രവചനം നടത്തി. അവിടുന്ന് പറഞ്ഞു, ഈ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കാൻ കഴിയുന്ന ലോകം അതിനോടൊപ്പം വേണോ, അതോ അള്ളാഹുവിനോടൊപ്പം വേണോ, ഏതിനോടൊപ്പം വേണം നിന്റെ ജീവിതം, അത് തിരഞ്ഞെടുത്തുകൊള്ളുക. ഞാൻ പറഞ്ഞു, അള്ളാഹുവിനോടൊപ്പം മതി. ഇത് കേട്ട സമയത്ത് അബൂബക്കർ പൊട്ടിക്കരയാനുണ്ടായത്. അദ്ദേഹത്തിന് മനസ്സിലായി
ഇദ്ദേഹത്തിൻ്റെ സൂചനകളാണ്, ഈ ലോകം വിട്ടുപോകാനുള്ള സൂചനകളാണ്. അവർക്ക് ആഗ്രഹം എന്താണ്? അവരെല്ലാം നബി തിരുമേനിയെ പോലുള്ള സമ്പൂർണ്ണന്മാരല്ല. അതുകൊണ്ട് നബി തിരുമേനി ഇവിടെ ഇനിയും ജീവിക്കണം, ഈ ലോകത്തെ പ്രതാപത്തോടുകൂടി ഇനിയും ജീവിക്കണം. പക്ഷെ അതായിരുന്നില്ല നബി തിരുമേനിയുടെ ആഗ്രഹം. അതുകൊണ്ട് എന്തുണ്ടായി? അദ്ദേഹം ഈ ലോകത്തുനിന്നൊന്നും സമ്പാദിച്ചിട്ടില്ല. ഇവിടെ ഒരു ചക്രവർത്തി പദം, അങ്ങനെ ഒരു സിംഹാസനം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് കോടാനുകോടി ആൾക്കാരുടെ ഹൃദയമാകുന്ന ഗുഹയ്ക്കകത്ത്, ആ ഹൃദയമാകുന്ന കൊട്ടാരത്തിനകത്ത്, ഗുഹയല്ല കൊട്ടാരത്തിനകത്ത് സ്വർണ്ണ സിംഹാസനത്തിൽ കയറി ഇരിക്കുകയല്ലേ നബി തിരുമേനി. ആലോചിച്ച് നോക്കുക. ആയതുകൊണ്ട് തന്നെ ഈ എക്സിസ്റ്റൻസിനേക്കാൾ വലുതാണ് എത്തിക്സ്. എത്തിക്സ് കൊണ്ടുണ്ടാക്കുന്ന മുദ്ര അത് അവിടെ അവശേഷിക്കും, കല്ലിൽ കൊത്തിവെച്ച പോലെ. എക്സിസ്റ്റൻസ് മരണത്തോടുകൂടി കഴിഞ്ഞില്ലേ? ബാങ്ക് അക്കൗണ്ട് അതോടുകൂടി കഴിഞ്ഞില്ലേ? ഉണ്ടാക്കിയത് കൂടെ അതോടുകൂടി പോയില്ലേ? നിത്യസന്നിഹിതവും മൃത്യു. അറ്റ് എനി ടൈം ഹി വിൽ കം വിത്ത് ഹിസ് ഫേമസ് റോപ്പ് ടു ടേക്ക് യു ബാക്ക് ഫ്രം ഹിയർ. ദർ ഇസ് നോ ഡൗട്ട് അറ്റ് ഓൾ. ആർക്കും സംശയമുണ്ടോ? അവൻ വരും, അവൻ്റെ പോത്തിൻ്റെ പുറത്ത് വരും, അവൻ്റെ ഓട്ടോറിക്ഷയുടെ പോത്ത് പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് നാളെ വന്നാൽ പോലെ എന്ന് ചോദിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോയിൻറ്റഡ് ടൈം വരുന്ന സമയത്ത് അവൻ വരും. ഇപ്പോൾ ഇവിടെ ഈ പറയുന്ന ആളുകൾ, ഈ ഭൗതിക വികാസം എടുത്ത ആളുകൾ, അവര് അതിന് തത്തുല്യമായിട്ടുള്ള ആളുകൾ കൂടിയിട്ടൊരു സംഘമാണ്, ഒരു ഗൂഢസംഘമാണ് വാസ്തവത്തിൽ. ആ പ്രതാപകാലത്ത് അവർക്കൊരു നല്ലൊരു ഗുണ്ടാസംഘം ഉണ്ടാവും. പണത്തിൻ്റെ മുഴുപ്പ്, ധാർഷ്ട്യം. പത്രങ്ങളെ മുഴുവൻ വിലക്കെടുത്തിരിക്കുകയാണ്. മനോരമ, മുത്തശ്ശി. അറിഞ്ഞിട്ടില്ല ഈ സംഭവം. ഏതെങ്കിലും കുണ്ടുറുക്കുന്നല്ല എവിടെയെങ്കിലും എടുത്തിട്ട് കായക്കോല പെട്ട് കഴിഞ്ഞാൽ വെണ്ടക്കായ അക്ഷരത്തിൽ നിരത്തോടെ ശശീന്ദ്രൻ വെണ്ടക്കായ കെട്ടു എന്നുള്ള രീതിയിൽ കൊച്ചു എവിടെയും വല്ല അനാഥഗർഭത്തിൻ്റെ കേസ് ഉണ്ടായാൽ മതി, ഉടനെ തന്നെ മനോരമ അവിടെ ഓടിയെത്തും. ഈ സംഭവം അറിഞ്ഞിട്ടില്ല അവർ. KP യോഹന്നാൻ്റെ സംഭവം അറിഞ്ഞിട്ടില്ല അവർ. ഭൂതക്കണ്ണാടി വെച്ച് നോക്കി എവിടെയോ കാണാത്രേ. ഇങ്ങനെ എവിടെയോ ഒരു സ്ഥലത്ത് ഏതോ ഒരു അന്വേഷണ ഏജൻസി എന്തോ ഒന്ന് ചെയ്തു വന്നിട്ട് എവിടെയോ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഈ ആത്മീയക്കാർ സാമ്പത്തിക ബലത്തിൽ കണ്ണു നട്ടിരിക്കുകയാണ്. ഇതുതന്നെയാണല്ലോ ഈ പത്രങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും സാമ്പത്തിക ബലത്തിൽ കണ്ടുവച്ചിട്ട് ഏതെല്ലാം രീതിയിലാണോ, ഏത് ബാങ്ക് തകർത്തിട്ടാണോ, ആരെ തല വെട്ടിയിട്ടാണ് പൈസ ഉണ്ടാക്കി മാറ്റാക്കുകയും ചെയ്യും. കള്ളക്കടത്ത്, മയക്കുമരുന്ന് എല്ലാം കഴിഞ്ഞിട്ട് ആ പണം നേടുകയും ചെയ്യും. അതവർ ബുദ്ധിപൂർവ്വം പങ്കുവയ്ക്കും. രാഷ്ട്രീയക്കാർക്കും പത്രങ്ങൾക്കും സിനിമാ താരങ്ങൾക്കും ഒക്കെ ബുദ്ധിപൂർവ്വം അത് പങ്കുവയ്ക്കും. പിന്നെ എങ്ങനെ ഈ മനോരമ വായ തുറക്കുക? അത് മാത്രമല്ല, ഈ അധികൃതമായ സ്വത്തുള്ള ഒരാൾക്ക് എവിടെയും മൂടിക്കേണ്ട ആവശ്യമില്ല, മേശപ്പുറത്ത് കൊണ്ടിടാം. കള്ളന്മാർ വരാൻ നോക്കിയാൽ മതി. അവിടെ ഒരു ഇൻ്റലിജൻസും വരില്ല, ഒരു എൻഫോഴ്സ്മെൻറ്റും വരില്ല, ആരും അവിടെ വരാൻ പോകുന്നില്ല. പക്ഷേ ഇവരുടെ അനധികൃത സ്വത്ത് അതെന്ത് ചെയ്യണം? സ്റ്റീൽ ലോക്കറിനകത്ത് വെക്കണം. ഈ സ്റ്റീൽ ലോക്കർ ഒരുമിച്ചെടുത്ത് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. അവ ബങ്കറുകൾ പണിയണം, അതിനടിയിൽ വെക്കണം. എന്നിട്ട് അതിൻ്റെ മേലെയല്ലേ ഇവർ കയറിക്കെടുക്കുന്നത്? ഒന്ന് ആലോചിച്ച് വെക്കുക. എല്ലാം ഉണ്ട്, സാമ്പത്തികമുണ്ട്, പക്ഷേ നിമ്മതി മറ്റും കിടയാതെ. ശെൽവമിരിക്കത്, വീരമിരിക്കത്, നല്ല ആരോഗ്യമുണ്ട്, പൈസ വേണ്ടത്രയുണ്ട്. ടക്കി വെച്ചിരിക്കുകയാണ് പൈസ. ബാങ്കിൽ കൊണ്ടിടാൻ പറ്റില്ലല്ലോ. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് ഇവർ കിടന്നുറങ്ങുന്നത്. എങ്ങനെയാണ് ഈ പാവങ്ങൾ ഉറങ്ങുന്നത്? വാസ്തവത്തിൽ ഇവരെ പാവങ്ങൾ എന്നല്ലേ വിളിക്കേണ്ടത്? പൊട്ടന്മാർ, ബുദ്ധിയുള്ളവർ ഇങ്ങനത്തെ പ്രവൃത്തി ചെയ്യൂ. സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പൈസ വാരി കൂട്ടുന്നത്. എന്നിട്ട് അതിൻ്റെ മേലെ കിടന്ന്, തീയിൻ്റെ മേലെ കിടക്കുന്ന പോലെ കിടക്കുന്നത്, ശരശയ്യയിൽ കിടക്കുന്ന പോലെ. അതാണ് പറയുന്നത്, ശെൽവം ഒരുക്കുന്നത്, പൈസ ഇരിക്കുന്നത്, മണി ഈസ് ഓക്കെ, വെൽത്ത് ഈസ് ഓക്കെ, ഹെൽത്ത് ഈസ് ഓക്കെ, ബട്ട് നോ പീസ്. ഒരു പീസ് ഓഫ് മൈൻഡ്, ഒരു പീസ് ഓഫ് മൈൻഡിൻ്റെ ഒരു പീസ് പോലും കിട്ടില്ല എന്നുള്ള സത്യം. ഇന്ത്യയിൽ വരാൻ പറ്റുന്നുണ്ടോ? ഇന്ത്യയിൽ ഇതെല്ലാം വാരിക്കൂട്ടി. KP യോഹന്നാൻ അങ്ങ് അമേരിക്കയിൽ എവിടെയാണ്? ഇനിയിപ്പോൾ ഇന്ത്യയിലേക്ക് വരാൻ പറ്റുമോ? അവിടെ ഈ വാർത്ത അറിയണ്ടോ? അയാൾ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ പറയും ദേ പോണോ എന്ന് പറയില്ലേ? എല്ലാം നിഷേധിക്കാം. അയ്യോ ഇത് എനിക്കൊന്നും അറിയില്ല, ബിനാമികളെ വെച്ചിട്ട് അവരുടെ കാര്യമാണ്, ഇതെൻ്റെ സ്വത്തല്ല എന്ന് പറയാം. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. ഇപ്പോൾ വന്നിട്ടുള്ള ഇവരുടെ മറ്റേതെന്തായാലും പറയുക NIA, ED അതൊന്ന് പറഞ്ഞ് അതിൻ്റെ മൂലവേര് തോണ്ടിയെടുക്കുന്ന ആൾക്കാരാണ്. ഇതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ KP യോഹന്നാൻ മാത്രമൊന്നുമല്ല, സുകുമാർ അഴീക്കോട് മാഷ് പറഞ്ഞ പോലെ
വലിയ മീനുകൾ അവിടെ അവശേഷിക്കുന്നുണ്ട് അപ്പുറത്ത്. ഇത് മറ്റൊരു കാര്യം, ഇവര് ആരുടെ ഒരാളെ വിമർശിച്ചാൽ പിന്നെ അവർക്ക് തല്ലാണ്, ഗുണ്ടകളെ അയച്ചു തല്ല്. പിന്നെ ഇന്ത്യയിൽ മുഴുവൻ കൊണ്ട് കേസ് കൊടുക്കും ഇവര്. അതിനുള്ള സാമ്പത്തികം ഉണ്ടല്ലോ, എന്നിട്ട് കിടന്ന് ഓടി നടക്കണം. അപ്പോൾ ഈ ഫാമിലിയും കുടുംബമൊക്കെയുള്ള ആൾക്കാർ എന്ത് ചെയ്യും? ഇത് കഴിഞ്ഞിട്ട് അവസാനം ഗതി കെട്ടുമ്പോൾ ആൾദൈവത്തിൻ്റെ അടുത്ത് ചെല്ലും. ആൾദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ വെച്ചിട്ട് പറയും, എന്താ മോനെ ആരാധ ചോദിച്ചാൽ മോനെ ഞാൻ മോൻ്റെ കൂടെയുണ്ട് കുട്ട എന്ന് പറയും. കള്ളത്തരങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് തല്ലിക്കും, എന്നുള്ള സ്വയം തലോടാൻ ശ്രമിക്കും. ഇതോടെ നടക്കുന്നുണ്ട്. സമൂഹത്തിലെ ഏറ്റവും നീചമായിട്ടുള്ള, നികൃഷ്ടമായിട്ടുള്ള, അധമമായിട്ടുള്ള മ്ലേച്ഛകർമ്മം ചെയ്യുന്ന വർഗമായിട്ട് മാറിയിരിക്കുകയാണ് ഈ ആൾദൈവങ്ങൾ. ഇവരെല്ലാം ഉയർത്തി കാണിക്കുന്നത് ഉൾപ്പെടുന്ന, ഇവരെല്ലാവരും ഉയർത്തി കാണിക്കുന്നത് എന്താണ്? ഉൾപ്പെടുന്ന മതത്തിൻ്റെ പ്രമാണ ഗ്രന്ഥങ്ങളും ആ പ്രമാണം ചിഹ്നങ്ങളുമാണ്. അതാണ് ഒരു ഉയർത്തി കാണിക്കുന്നത്. അത് വലിയൊരു തന്ത്രമാണ്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവരഭിരമിക്കുന്നത് എപ്പോഴും ഭൗതിക ഊറ്റത്തിലാണ്. ആരുടെ കയ്യിലാണോ മെർസഡസ് കാറുള്ള ആൾ, അയാളെ കണ്ടാൽ തൊഴും. ആരുടെ കയ്യിലാണോ BMW ഉള്ളത്, അയാളെ കണ്ടു കഴിഞ്ഞാൽ സാഷ്ടാംഗം പ്രണമിക്കും. അതാണ് ആളുകളുടെ സ്വഭാവം. അതാണ് സാധാരണക്കാർ അതിലാണ് ഊറ്റം കൊള്ളുന്നത്. അതുകൊണ്ട് ആധ്യാത്മിക ആചാര്യന്മാരെ പോലും അവർ ഈ സാധാരണക്കാർ അയാൾക്ക് BMW ഉണ്ടോ, ഹെലികോപ്റ്റർ ഉണ്ടോ, പ്രൈവറ്റ് എയർക്രാഫ്റ്റ് ഉണ്ടോ, കാരവൻ ഉണ്ടോ, ഇതൊക്കെ നോക്കിയിട്ടാണ്. ഒരിക്കൽ ഞാനൊരു ഓട്ടോറിക്ഷ കയറിയ സമയത്ത് ഓട്ടോറിക്ഷക്കാരോട് ചോദിക്കുക, അമ്മച്ചിയെക്കുറിച്ച്, അമ്മച്ചി എന്താ അമ്മച്ചി അമേരിക്കയിലാണ്. ഏതമ്മച്ചി? എൻ്റെ അമ്മച്ചി അമേരിക്കയിലൊന്നും ഇന്ത്യയിൽ തന്നെയാണ്. പിന്നെ അവനൊന്നും ഭ്രാന്ത് പറഞ്ഞ പോലെ, അയ്യോ അമ്മച്ചി അവിടെ വരുന്നത് അമേരിക്കയിൽ തലം വാങ്ങിച്ച്, അവിടെ റഷ്യയിലേക്ക് പോകണം, റഷ്യയിൽ അവിടെ തലം വാങ്ങിച്ചിട്ട് അവിടെ ആശ്രമം പോകണം, ജപ്പാനിൽ പോകണം, ജപ്പാനിൽ പോകുമ്പോൾ അവിടുത്തെ കാര്യം ശരിയായി അവിടെ പിന്നെ ഇങ്ങോട്ട് വരണം. നമ്മുടെ ഇവൻ ഓട്ടോറിക്ഷ തക്കട മുക്കട ഓട്ടോറിക്ഷയും കൊണ്ട് നടക്കുകയാണ്. അവൻ്റെ തലയിൽ കൂടെ കയറ്റി വെച്ചിരിക്കുകയാണ്. ഈശ്വരന് ജപ്പാനിലേക്കുള്ള ടിക്കറ്റ് കിട്ടുമോ, ജപ്പാനിലെ ടിക്കറ്റ് പോയി അവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞ് ഉടനെ തന്നെ ഇവിടെ വന്ന് ഇവിടുത്തെ പൂജയും ഇവിടെ പ്രഖ്യാപിച്ച കാര്യങ്ങൾ നടക്കൂ, ദൈവം ഈശ്വര നടന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ രീതിയിൽ ഭ്രാന്തമായിട്ടുള്ള അവസരം കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. ഏതായാലും ഇടി അവരാണ് ഇപ്പോൾ സൂപ്പർ സ്റ്റാറുകൾ, താരങ്ങൾ. ഉദയനാണ് താരം എന്ന് പറഞ്ഞ പോലെ മെഗാ സ്റ്റാറുകളായിട്ട് മാറിയിരിക്കുകയാണ്. NI ഓൾസോ. അവർക്ക് വലിയ മീനും ചെറിയ മീനും അവർക്ക് പ്രശ്നമൊന്നുമല്ല. കണ്ടല്ലോ ഒരു കുറ്റവാളി സംഘത്തെ, കുറ്റവാളികളാണെന്ന് പറഞ്ഞിട്ടില്ല, കുറ്റവാളികളാണെന്ന് സംശയിക്കുന്നു. അവിടെ റെയ്ഡിന് വന്ന സമയത്ത് അവിടെ റെയ്ഡ് ആദ്യം നടത്തേണ്ട ആൾക്കാരെ ഇവരെ തടയാൻ വരുന്നത്. അതാലോചിച്ചു. ഇത്രയും വലിയ ശക്തമായിട്ടുള്ള ആൾക്കാർ വന്ന സമയത്ത് അപ്പോഴേക്കും ബാലന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ഗ്രൂപ്പുകൾ വേറെ തിരിഞ്ഞു നോക്കിയില്ല അവരെ. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള പോലീസുകാർ ഇവിടുത്തെ ആൾക്കാർ ചെന്നത്തെ സ്ഥിതി എന്തായിരിക്കും? അവരകത്ത് പോകും. ഇത്രയും വലിയ NI മീഡിയ വന്ന പോലെ തടയാൻ ശ്രമിച്ച ആൾക്കാർ അവിടെയുണ്ട്. ആലോചിക്കുക ഇവരുടെ ചുറ്റും എത്രമാത്രം വലിയൊരു ഗുണ്ടാസംഘ വലയം, അധികാരികളുടെ അടക്കമുള്ളത് ആലോചിച്ച് നോക്കുക. ഏതായാലും ഈ വാമ്പയർ കില്ലേഴ്സ് എന്ന് പറയും, ഡ്രാക്കുള എന്ന് കേട്ടിട്ടുണ്ടല്ലോ. രാത്രി വന്ന് കിടന്നു നോക്കുമ്പോൾ ചോര കുടിച്ചുകൊണ്ട് പോകും. പിറ്റേ ദിവസം നോക്കുമ്പോൾ ചെറിയൊരു പാട് കാണാം, ചത്ത് കിടക്കുന്നുണ്ടാവും, ചോര കുടിച്ചതായിരിക്കും. ഇങ്ങനെ വാമ്പയർ കില്ലേഴ്സിനെ പോലെ സ്വസമുദായത്തിൽപ്പെട്ട സാധാരണക്കാരുടെ ചോര കുടിച്ച് അഭിനയിക്കുന്ന, ആനന്ദം കൊള്ളുന്ന പിശാചുകൾ, ഈ പിശാചുകളായിട്ടുള്ള ആൾ ദൈവങ്ങളെ നിലക്കി നിർത്തുന്നത് മഹാകാര്യം തന്നെയാണ്. ചെറിയ കാര്യം തന്നെയാണ്, ചെറിയ കാര്യമല്ല, വലിയ കാര്യം തന്നെയാണ്. നമുക്കതിന് മുമ്പിൽ പ്രണമിക്കാം. നമസ്കാരം.